ഹായ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നിലനിന്നു പോരുന്ന ചില സമ്പ്രദായങ്ങളുണ്ട്. അതായത് അത് കല്യാണത്തെ ബേസ് ചെയ്താണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ചില അമ്മമാരുടെയൊക്കെ ചില കൺസെപ്റ്റ് ഉണ്ട്. എന്താണെന്നറിയാവോ? അവരുടെ മകൻ ഒന്നെങ്കിൽ കുറച്ച് ഉഴപ്പുള്ളതായിരിക്കാം, അല്ലെങ്കിൽ പൈസ സൂക്ഷിക്കാത്ത ആളായിരിക്കാം, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ മടിയുള്ള ആളായിരിക്കാം, വീട്ടിലെ സമയത്ത് വരാത്തവരായിരിക്കാം, കൂട്ടുകാരോടൊപ്പം കറങ്ങി നടക്കുന്നവരായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ അമ്മമാരുടെ ഒരു ധാരണ എന്താണെന്നറിയാവോ? ഇവരെയൊക്കെ പിടിച്ച് പെണ്ണ് കെട്ടിച്ചാൽ ഇവരങ്ങ് നന്നാകുമെന്നാണ്. ഒരുപാട് അമ്മമാരുടെ ചിന്തയോ ഇങ്ങനെയുണ്ട് കേട്ടോ. പക്ഷേ പൂർണ്ണമായും ഇത് തെറ്റാന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ചിലപ്പം ഒന്നോ രണ്ടോ പേരൊക്കെ അങ്ങനെ ശരിയായി വന്നിട്ടുണ്ട്. അത് ഓരോ സാഹചര്യത്തിൻ്റെ പുറത്താണ് നന്നാകുന്നത്. പക്ഷെ ഒരിക്കലും ഒരു പെണ്ണ് കെട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറുക്കനും നന്നാകാൻ പറ്റത്തില്ല. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നാണല്ലോ പറയുന്നത്. ഒരു ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും വീട്ടിൽ എങ്ങനെയാണോ കുഞ്ഞിലേ തൊട്ടേ വളർന്നു വന്നത്, ആ ശീലമായിരിക്കും അവർ ആജീവനാന്ത കാലവും അവർ ഫോളോ ചെയ്യുന്നത്. കുറച്ചൊക്കെ വല്ലതും മാറ്റം വന്നേക്കാം. ഇപ്പം കല്യാണം കഴിഞ്ഞ് ശേഷം വരുന്ന ഭാര്യ ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കാം. അതൊക്കെ കുറച്ച് നാൾ കേൾക്കും. കുറച്ച് നാളതൊക്കെ ഇതനുസരിച്ച് മുന്നോട്ട് പോകും. അപ്പം നന്നായി എന്ന് ചിന്തിക്കുന്ന പല സന്ദർഭം ഉണ്ടാകാം. പക്ഷെ പിന്നീട് വീണ്ടും ചങ്കരൻ തെങ്ങേലായിട്ടാണ് പലരും പറയുകയൊക്കെ ചെയ്യുന്നത്. കള്ളു കുടിച്ച് നടക്കുന്നവരാന്ന് പറഞ്ഞാലും മറ്റു ദുസ്വഭാവങ്ങളിൽ നടക്കുന്നവരാന്ന് പറഞ്ഞാലും കല്യാണം കഴിഞ്ഞാൽ എൻ്റെ മകൻ റെഡിയാകും എന്ന് പറയുന്ന ഒരുപാട് അമ്മമാരുണ്ട്. ഒരിക്കലും അത് ശരിയാകുന്ന നടപടിയല്ല. കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടിക്ക് ഒരു പൂർണ്ണമായും ഒരു 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 ആൺചെറുക്കനെ അല്ലെങ്കിൽ പുരുഷനെ നന്നാക്കി എടുക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. അവൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും അവിടെ. ഒരു കുടുംബത്തിലേക്ക് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവളാണ് വിളക്ക്, അവൾ നന്നായാൽ ആ കുടുംബം നന്നാകും. ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും അത്ര ശരിയല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഒരു കുടുംബത്തിൽ ആണും പെണ്ണും നന്നായിട്ട് ജീവിച്ചാൽ മാത്രമേ ആ കുടുംബം പൂർണ്ണമായും നല്ല രീതിയിൽ പോകത്തുള്ളൂ. ചില ആണുങ്ങൾക്കൊക്കെ ഭയങ്കര ദേഷ്യവും ഭയങ്കര ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട് അവരുടെ കൂടെ കഴിയാൻ. നമ്മൾ കല്യാണം കഴിച്ചു കഴിഞ്ഞ് ഒരു പുരുഷനും അല്ലെ ഒരു സ്ത്രീക്കും അല്ലെ ഒരു ചെറുക്കനും ഒരു പെണ്ണിനും ഒക്കെ നമുക്ക് ഒന്ന് മനസ്സിലാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ മിനിമം നമ്മൾ ഒരു 3 മാസം അല്ലെങ്കിൽ ഒരു 6 മാസം, ഒരു വർഷം നിന്നാൽ പോലും ചിലപ്പോൾ നമുക്ക് അവരുടെ സ്വഭാവം പൂർണ്ണമായും മനസ്സിലാക്കണമെന്നില്ല. ആ പിന്നെ കുറച്ചൊക്കെ മനസ്സിലാവും. അപ്പോഴേക്കും നമ്മൾ ചിന്തിക്കും, ഓ ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടാണ്. ഇവർക്ക് ഒന്നാമത് ഭയങ്കര ദേഷ്യമുള്ള ആളായിരിക്കാം. അല്ലെങ്കിൽ ഇവർക്ക് എന്താ പറയുക, ഇവർക്ക് മുൻദേഷ്യവും, ഇവരുടെ കൂടെ നമുക്ക് ഒത്തുപോകാൻ പറ്റത്തില്ല. ചില ആൾക്കാർ പൈസയൊക്കെ എടുക്കാൻ മടിക്കുന്ന ആൾക്കാരായിരിക്കാം. ചില ആൾക്കാർ അവരുടെ വീട്ടിലെ അമ്മ പറയുന്നത് മാത്രം കേട്ട് ജീവിക്കുന്ന ചെറുക്കന്മാരുണ്ട്. അങ്ങനെ സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ അവർക്ക് അറിയാത്തവരാണ്. അങ്ങനെയൊക്കെ വരുന്ന സന്ദർഭങ്ങളിൽ ഭയങ്കര പാടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ. ദയവ് ചെയ്ത് അമ്മമാരോടൊരു റിക്വസ്റ്റ് എന്താണെന്നറിയാവോ? നിങ്ങൾക്ക് ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും 18 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ നിങ്ങളെ ഇൻഡിപെൻഡൻ്റ് ആക്കാൻ ശ്രമിക്കുക. അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യട്ടെ. എല്ലാം സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകത്തുള്ളൂ. പ്രത്യേകിച്ച് ഒരു കല്യാണ ജീവിതം എന്ന് പറയുമ്പോഴേക്കും ചെറുക്കനും പെണ്ണും തമ്മിലാണ് അവിടെ തീരുമാനമെടുക്കുന്നത്. ആ തീരുമാനങ്ങൾ അവർക്ക് നല്ലതായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആൺകുട്ടികളെ ആ രീതിയിൽ തന്നെ പഠിപ്പിക്കണം, പെൺകുട്ടിയെ പഠിപ്പിക്കണം. പക്ഷേ പെൺകുട്ടികൾ കല്യാണം കഴിച്ചു പോകുന്നത് ചെറുക്കൻ്റെ വീട്ടിലേക്കാണല്ലോ. അപ്പോൾ ചെറുക്കൻ എല്ലാ തീരുമാനവും അവൻ്റെ അമ്മയോട് ചോദിച്ചിട്ടും പെങ്ങന്മാരോട് ചോദിച്ചിട്ടും ഒക്കെ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുടുംബജീവിതത്തിൽ മുന്നോട്ട് പോകാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അമ്മമാരെല്ലാവരും ആൺകുട്ടികളെ മടിയിൽ വെച്ച് വളർത്താതെ അവരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവർക്ക് സ്വന്തമായിട്ട് ഡിസിഷൻ എടുത്ത് ധൈര്യം കൊടുത്ത് അവരെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരിക. അപ്പോൾ കല്യാണം കഴിഞ്ഞ് വരുന്ന പെണ്ണിന് സമാധാനവും ശാന്തിയും കിട്ടും. ഇനി ആ കല്യാണം കഴിഞ്ഞ് വരുന്ന പെണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാവുന്നതുമാണ്. അതുപോലെ തന്നെ ഒരമ്മമാരും ചിന്തിക്കേണ്ട എൻ്റെ മകൻ കല്യാണം കഴിഞ്ഞ് നന്നാകുമെന്ന്. ഒരിക്കലുമില്ല. അവരെങ്ങനെയാണോ വളർന്നു വന്നത് അത് തന്നെ അവർ ഫോളോ ചെയ്തു പോകത്തേ ഉള്ളൂ. കുറച്ച് നാളൊക്കെ വ്യത്യാസം വരും. വീണ്ടും പഴയപടി തന്നെ അവർ പോകുന്നതായിട്ടാണ് കാണുന്നത്. ചില ആൾക്കാർ കുറച്ച് നാൾ കള്ളു കുടിക്കാതിരിക്കും. കുറച്ചൊക്കെ നമ്മൾ ഉപദേശിച്ചിട്ട് പക്ഷെ പിന്നെയും അത് തന്നെ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറുക്കനും പെണ്ണിനും കല്യാണം കഴിച്ച ശേഷം അവർക്ക് ഒത്തുപോകാൻ പറ്റുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ പൂർണ്ണമായും ഡിവോഴ്സ് ചെയ്യുന്നതാണ് നല്ലത്. പരസ്പരം കലഹിച്ചും പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാതെയും അതുപോലെ തന്നെ ഭയങ്കര ദേഷ്യമുള്ള ആൾക്കാരുടെയൊക്കെ മുന്നിലും ഒക്കെ ജീവിക്കാൻ ഭയങ്കര പാടാണ്.
അതുപോലെ തന്നെ നമ്മൾ എന്തിനാണ് നമ്മൾ വിഷമകരമായ സാഹചര്യങ്ങളിൽ ജീവിക്കുന്നത്? നമുക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ഇതെല്ലാം കണ്ട് അവർ വിഷമിക്കാൻ വേണ്ടിയോ? അതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല. ജീവിതം അഡ്ജസ്റ്റ് എന്ന് പറയും. പക്ഷേ ശരിക്കും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മൾക്ക് എപ്പോഴും ഹാപ്പി ലൈഫാണ് വേണ്ടത്. അതുകൊണ്ട് നമ്മൾക്ക് അതുപോലെ വിഷമകരമായ മുന്നോട്ട് പോകാൻ ഇനി നമ്മളെക്കൊണ്ട് പറ്റില്ല എന്ന് തോന്നുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ പൂർണ്ണമായും അവിടം വിട്ടു പോകുക തന്നെ ചെയ്യണം. നമ്മൾ ഒരു കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ് അവിടെ തന്നെ പിടിച്ചു നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന കുട്ടികൾക്കാണ് അതിൻ്റെ ദോഷം മൊത്തം സംഭവിക്കുന്നത്. അതുങ്ങളാണ് ഇതിൻ്റെ പരിണതഫലമെല്ലാം അനുഭവിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നമുക്ക് കല്യാണ ജീവിതം ഒത്തുപോകാൻ പറ്റില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഡിവോഴ്സ് നേടുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല. അതൊക്കെ സ്വാഭാവികമായ കാര്യങ്ങളാണ്. ആരും അതിൽ നാണിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. തക്കതായ സമയത്ത് ആക്ഷൻ എടുക്കണം. അതുപോലെ തന്നെ പെണ്ണിൻ്റെ വീട്ടുകാർ ആ പെണ്ണിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കണം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ദയവേത് അഡ്ജസ്റ്റ് ചെയ്യൂ എന്ന് പറയാതെ പെൺകുട്ടിയെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോവുകയും അവൾക്ക് വീണ്ടും വിദ്യാഭ്യാസം പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ കൂടുതലും ജോലിയിലേക്ക് എന്തെങ്കിലുമൊക്കെ പ്രവേശിപ്പിക്കുകയും അവർക്ക് മാനസികപരമായ സന്തോഷം കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ജീവിതം നമുക്കൊന്നേ ഉള്ളൂ. ഹാപ്പിയായി നമ്മൾ എൻജോയ് ചെയ്ത് ജീവിക്കണം. അല്ലാതെ നമ്മളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ക്ഷമിച്ച് സഹിച്ചൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് കൂടത്തേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക.